ഇതെന്തിനാ ചിരിക്കണേന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു വീട്ടിൽ നിന്ന് രണ്ടുപേരുടെ കൂടെ പഠിക്കാൻ പാടില്ല, അങ്ങനെ നിയമം എഴുതി വെച്ചു. ശിവദാസിന്റെ കൂടെ പഠിച്ചു, രാധാകൃഷ്ണന്റെ കൂടെ പഠിച്ചു. പിന്നെ അവരുടെ വീട്ടിൽ കുട്ടികളില്ലാത്തതിന് ഞാൻ എന്താ ചെയ്യുക? ഞാൻ പഠിച്ചില്ല. അങ്ങനെ ഇരിഞ്ഞാലക്കുടയിൽ ഇവിടെ വളരെ മോശമായ രീതിയിലാണ് ടി.ജെ. തോമസ് ഇരിഞ്ഞാലക്കുടയിലുള്ള വിദ്യാലയങ്ങളിൽ മുഴുവനും പഠിച്ചു. എന്താ വിദ്യാലയങ്ങൾ പഠിക്കാനുള്ളതല്ലേ? അവിടെ പഠിച്ചു, ശരിയാണ്. ലിറ്റിൽ ഫ്ലവർ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ, ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ, നാഷണൽ ഹൈസ്കൂൾ, ഡോൺ ബോസ്കോ സ്കൂൾ, SNYS, പിന്നെ സ്കൂളുകളില്ല അവിടെ. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് അനുഭവ സമ്പത്തുകൾ എനിക്ക് കിട്ടി. എന്നെ ഇഷ്ടപ്പെടുന്ന അധ്യാപകർ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ശിവദാസ്, അതായത് ഇദ്ദേഹത്തിന് നമ്മുടെ ഡോക്ടർ രാധാകൃഷ്ണന്റെ ജ്യേഷ്ഠൻ, അംബുജമ്മൻ ടീച്ചർ എന്ന് പറയുന്ന ടീച്ചറുടെ ക്ലാസ്സിൽ നിന്ന് ജയിച്ചു പോയപ്പോ എൻ്റെ അടുക്ക് പറഞ്ഞു, ഞാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, എവിടെ പോകണം? പെട്ടെന്ന് നമ്മൾ വിചാരിച്ചു ഇയാൾ പോവുമായിരിക്കും. കെട്ടിപ്പിടിച്ച് കരഞ്ഞു അദ്ദേഹം. ഞാൻ പറഞ്ഞു, സാരില്ല ശിവദാസ്, നിങ്ങൾ പോകൂ, നമുക്ക് ഇനിയും കാണാം. പറഞ്ഞു, അതല്ല. വീണ്ടും കെട്ടിപ്പിടിച്ചു, എന്താ? എൻ്റെ അനിയൻ വരുന്നുണ്ട്, അവനെ ചീത്തയാക്കരുത്. അദ്ദേഹത്തിന്റെ കരച്ചിൽ ഇന്നും എൻ്റെ മനസ്സിൽ. അപ്പൊ എന്റെയും കൂടെ ഔദാര്യം കൊണ്ടാണ് ഇദ്ദേഹം ഇന്ന് ഈ നിലയിലെത്തി. കൂടെ പഠിച്ചവരൊക്കെ നന്നായി, ഞാൻ മാത്രം ഇങ്ങനെയായി. ടി.ജെ. തോമസ് വളരെ നന്നായിട്ട് പറഞ്ഞു, എന്റെ ചേട്ടൻ ഡോക്ടറാണ്, മറ്റവൻ എഞ്ചിനീയറാണ്, ഇയാൾ വക്കീൽ, എന്ത് അവരൊക്കെ അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമേ ഇല്ല. അതൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ താന്ന് പറഞ്ഞു. അതായത് ഇയാൾ മാത്രം എന്തായി ഇങ്ങനെയെന്നല്ലേ ആ ചോദ്യം. അപ്പൊ അതൊക്കെ മനസ്സിന് വല്ലാതെ വിഷമം നമുക്കുണ്ടാവാം. അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ ഇവരൊക്കെ ഒരുമിച്ച് പഠിച്ചപ്പോ ഒരു ദിവസം മോഹൻലാൽ എന്നെ വിളിച്ചു. ഹലോ, ഞാനാണ് ലാല. ഞാൻ പറഞ്ഞ എന്താ? അല്ല, താൻ അന്നൊരാളെ പരിചയപ്പെടുത്തി തന്നില്ലേ? ഓ, അങ്ങനെ കമ്പനിയിലുള്ള ആളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും എനിക്ക് ഇതിന്റെ പേര് പഠിച്ചു. ഞാൻ മകനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ISRO, അത് കമ്പനിയല്ല. ഞാൻ പറഞ്ഞു, ആ രാധാകൃഷ്ണനാടോ ഇന്നത്തെ ISROയുടെ ചെയർമാൻ? ഞാൻ പറഞ്ഞു, അതെ. അപ്പോഴാണ് ഞാൻ അറിയണ കേട്ടോ. അതെ, എനിക്കറിയായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. ആര് പറയണു? ഒരാളും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, എനിക്കറിയാം, ഞാൻ മിനിഞ്ഞാന്ന് വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ ചോദിച്ചു, അല്ല അപ്പൊ കൂടെ പഠിച്ചവരൊക്കെ ഇങ്ങനെ, എന്നിട്ട് താൻ മാത്രം എന്താ ഇങ്ങനെയായേ? അതും മാനസികമായ ഒരു സങ്കടംപ്പെട്ട കാര്യമാണ്. കാരണം ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, കൂടെ പഠിച്ചവരൊന്നും നന്നാവാതിരുന്നാൽ നമ്മളാണ് എപ്പോഴും നല്ലത് എന്നത്. അതിനുശേഷം ലാല് ഒരു പ്രാവശ്യം അദ്ദേഹത്തെ വിളിച്ചു. വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയോ മറ്റോ ആരോ പറഞ്ഞു, ഇപ്പോ ഫോൺ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ലാൽ എന്നെ തിരിച്ചു വിളിച്ചു. അത് ഞാൻ ലാലിനോട് പറഞ്ഞു, അല്ല തന്നെ പോലുള്ള ആളുകൾക്കൊന്നും ഫോൺ ചെയ്യേണ്ട ആളല്ല എൻ്റെ സുഹൃത്ത്. പിന്നെ ഞാൻ കളി മാറ്റി. മാത്രമല്ല ഞാൻ ചോദിച്ചു, നിന്റെ അച്ഛനും ഡെപ്യൂട്ടി സെക്രട്ടറി അല്ലേ ആയിരുന്നു, പിന്നെ നീ എന്താ ഇങ്ങനെയായത് എന്ന് ഞാനും അയാളോട് ചോദിച്ചു. അപ്പൊ ഇതൊക്കെ വിധി എന്നേ പറയാനോ. അതിനുശേഷം ഒരു ദിവസം ഞാൻ കേൾക്കുന്നു, ചന്ദ്രയാൻ മുകളിലേക്ക് പോകുന്നു. അത് വളരെ സക്സസ് ആയിട്ട് വരുന്നു. വീണ്ടും ഒരെണ്ണം മുകളിലേക്ക് പോകുന്നു. അപ്പോഴും ഞാൻ രാധാകൃഷ്ണൻ, ഡോക്ടർ രാധാകൃഷ്ണൻ എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞില്ല. കാരണം താഴെ വീഴുകയാണെങ്കിൽ മോശമല്ലേ. സക്സസ് ആയി എന്ന് കണ്ട വഴിക്ക് ഞാൻ ഓരോരുത്തരെ വിളിച്ചിട്ട് വെറുതെ, ഹലോ, രാജശേഖരനല്ലേ? അല്ല, ഡോക്ടർ രാധാകൃഷ്ണൻ എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ കൂടെ പഠിച്ചതാണ്. ഞാൻ ഇരിഞ്ഞോളക്കൂടെ മുഴുവനും പറയാത്ത കേൾക്കാത്ത ആളുകളില്ല എന്ന് പറഞ്ഞാൽ നന്നായാൽ അവർ നല്ലത്. അദ്ദേഹത്തിൻ്റെ ഒരു സാമീപ്യം എൻ്റെ മാതാപിതാക്കൾ പറയുന്നത് കേട്ട് നടന്നിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് പഠിക്കാൻ പറ്റുകയില്ലായിരുന്നു. ആ ശിവദാസിന്റെ കൂടെ ഞാനും പോകും. അപ്പൊ ഇതൊക്കെ ദൈവം വരച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. താൻ എന്താവണം. ടി.ജെ. തോമസ് പറഞ്ഞതുപോലെ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞ ആളാണ് ഞാൻ. പണ്ട് കാലത്ത് സിനിമകളിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോൾ ഓരോ വാക്കാണ് എനിക്ക് സിനിമയിൽ അന്ന് ഡയലോഗ് കിട്ടാറുള്ളത്. അതായത് ഏതെങ്കിലും പ്രേം നസീറോ ആരെങ്കിലും വരുമ്പോൾ ഞാൻ സാർ ചായ, അതല്ലേ കാക്കി ഷർട്ടും കാക്കി. ഇത് സ്ഥിരം എല്ലാ പടത്തിൽ ഞാൻ തന്നെ ഇതൊരെണ്ണം തയ്ച്ചാലോ എന്ന് ആലോചിച്ചു. അപ്പൊ ഇതായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്നത്. അന്ന് എൻ്റെ സഹോദരി സെന്റ് ജോസഫ് കോളേജിൽ പഠിക്കുമ്പോൾ അവളെന്തോ പറഞ്ഞ് വലിയ തമാശ പറഞ്ഞ് എല്ലാവരും കൂടി ചിരിച്ചപ്പോൾ
വേറൊരു കുട്ടി പറഞ്ഞു, ഈ കുട്ടിയുടെ ജ്യേഷ്ഠൻ പ്രൈം മിനിസ്റ്റർ ആവാൻ വേണ്ടി മദ്രാസിൽ പോയിരിക്കുക. അപ്പൊ അവരൊക്കെ ഒരുപാട് എൻ്റെ പേരും പറഞ്ഞ് അവർക്കൊക്കെ ഒരുപാട് നാണക്കേടുകൾ ഉണ്ടായിരിക്കാം, വന്നിട്ടുണ്ടാവാം. അപ്പൊ അത് ഓരോ മനുഷ്യനും ഇതൊക്കെ തന്നെയാണ് വരുന്ന സാഹചര്യങ്ങൾ. എന്തുകൊണ്ട് പഠിച്ചില്ല എന്ന് ചോദിച്ചാൽ, ഒരു പാഠം ഒറ്റ പ്രാവശ്യം മര്യാദയ്ക്ക് വായിച്ചാൽ അത് മുഴുവനും മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വീട്ടിലിരിക്കുമ്പോൾ ഇമ്പോസിഷൻ ഞാൻ എടുക്കാത്ത പാഠങ്ങൾക്ക് ഞാൻ എഴുതി വയ്ക്കുന്ന ആളാണ്. പിറ്റേ ദിവസം അംബുജൻ ടീച്ചർ വരുമ്പോൾ മിസ്റ്റർ രാധാകൃഷ്ണൻ സാറിനോട് ചോദിച്ചാൽ പറയും, നാളെ വരുമ്പോൾ ഈ പദ്യം 25 പ്രാവശ്യം എഴുതിക്കൊണ്ടുവരും. ഞാൻ പറയും, എന്തിനാണ് നാളെ, ഇപ്പൊ പിടിച്ചോളൂ. അന്നേ മര്യാദക്കാരനാണ്. എന്നാലും അത് പഠിക്കില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. കാരണം മനസ്സ് മുഴുവനും സിനിമയിലും നാടകത്തിലുമൊക്കെയായിരുന്നു. ഇപ്പോഴും എനിക്ക് പല കാര്യങ്ങളിലും നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് ഡോക്ടറാവാൻ താല്പര്യമില്ലാത്തവരാണ് ഡോക്ടറാവുന്നത്, വക്കീലാവാൻ താല്പര്യമില്ലാത്ത ആളുകളാണ്. അതുപോലെ എല്ലാ വിഷയത്തിലും. കാരണം എവിടെയെങ്കിലും കോളേജിൽ കുറെ കാശ് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചേരാൻ 5 or 6 കൊല്ലം കഴിഞ്ഞാൽ ആ ഡിഗ്രിയുമായിട്ട് വരാം. അവർക്കൊക്കെ അവരുടെയൊക്കെ മനസ്സിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ആയിരിക്കാം. മിസ്റ്റർ നമ്മുടെ ഈ YSRO ചെയർമാൻ രാധാകൃഷ്ണൻ, അദ്ദേഹം 4th പഠിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഒരു സിൽക്ക് പൈജാമ, ഒരു സിൽക്ക് ചുബ ഇട്ട് നിങ്ങൾ കോലാട്ടം ആ ഡാൻസിനുണ്ടായിരുന്നില്ലേ? ഉവ്, ഓർമ്മയുണ്ടോ? ഉവ്, ഈശ്വരി ടീച്ചറായിരുന്നു. അവരൊന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അതുപോലെ കുമ്മിയടി. അപ്പൊ അന്നേ മുതൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ, ഇന്നും ഇത്രയൊക്കെ ആണെങ്കിലും അദ്ദേഹം ഇതൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിന്റെ ഈ ഒരു ഊർജ്ജസ്വലത എന്നൊക്കെ പറയുന്നത്. അതൊക്കെ തന്നെയായിരിക്കാം. അപ്പൊ ഇതൊക്കെ നമ്മളിൽ എല്ലാവർക്കും, ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു കലാഹൃദയവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പലരും അത് വിട്ടുകളയുന്നു, അല്ലെങ്കിൽ അവരുടെ ജോലി കൊണ്ട് അവരറിയുന്നു. ഏറ്റവും മനുഷ്യന് ഇഷ്ടപ്പെടുന്ന ജോലി കിട്ടുക എന്നുള്ളത് ലോകത്തിൽ വലിയ കാര്യമാണ്. അതാണ് ഒരു പക്ഷേ എനിക്ക് സിനിമയാണ് എനിക്കിഷ്ടം. അതുകൊണ്ടായിരിക്കാം ഞാൻ ഒരു പക്ഷേ ഈ പറഞ്ഞ സ്കൂളുകളിലും അതുപോലെയൊക്കെ പഠിക്കാം. ഒന്നാമത്തെ കാര്യം, അന്ന് പഠിച്ചത് മുഴുവനും ഒരുപാട് കുഴപ്പം പിടിച്ച രജപുത്രയെ പറ്റി ഔറംഗസീബ് അയാളുടെ അച്ഛനെ ജയിലിലടച്ചു, എന്നിട്ട് രാജ്യം ഭരിച്ചു. ഇതൊക്കെ 3, 4 പ്രാവശ്യം കഴിക്കാൻ എൻ്റെ അപ്പം എൻ്റെ അടുത്തൊന്ന് പറയും, നിനക്ക് ഈ അച്ഛനെ ജയിലിലടച്ചത് മാത്രമേ ഉള്ളൂല്ല, വേറെ ഒന്നുമില്ല, കാരണം എൻ്റെ അപ്പനെ ഒന്ന് പേടിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ആ വാചകം. ഇപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ എന്തിനാണ് ഞാൻ പഠിച്ചത് എന്ന്. ഇപ്പോഴും അതൊക്കെ പുസ്തകത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇന്നിവിടെ വരാൻ സാധിക്കുകയും മിസ്റ്റർ തോമാച്ചൻ, അദ്ദേഹം എന്നെ പിടിച്ചത് അദ്ദേഹം എൻ്റെ മകനിൽ കൂടിയാണ്. പിന്നെ ഇയാളെ പേടിച്ചത് വല്ലപ്പോഴൊക്കെ സ്വർണം അവരുടെ കയ്യിൽ നിന്നൊക്കെ മാറ്റാറുണ്ട്, വാങ്ങാറുണ്ട്. അതിലൊക്കെ എന്തെങ്കിലും കൃത്രിമം ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് വന്നതാണ്. എന്തായാലും ഇന്നിവിടെ വരാൻ സാധിച്ചത് പ്രത്യേകിച്ച് തോമാച്ചൻ്റെ ക്ഷണം, TJ തോമസ്, ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന CKP ജോൺ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളാണ് ഒരു കാലഘട്ടത്തിൽ ഞാൻ കേട്ടുകൊണ്ടിരുന്നത്, ഇരിങ്ങാലക്കുടയിൽ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തൊക്കെ. അപ്പം എന്തായാലും മിസ്റ്റർ ആനന്ദ് മേനോൻ, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് പേരുണ്ട് ഇവിടെ. എല്ലാവരോടും ഇന്നത്തെ ഈ നല്ല ദിവസത്തിൽ ഇതിന് ഞാൻ എല്ലാവിധ ആശംസകൾ. അതല്ലേ എൻ്റെ പണി. കാരണം വലിയ വിളക്ക് കൊടുക്കാനൊന്നും ഇപ്പം ആരും വിളിക്കാറില്ല, ആശംസകൾ തന്നെയായി. അപ്പോൾ ഞാനൊരു 2.5 മാസം ഇപ്പോൾ വെറുതെ ഇരിക്കുക, സിനിമ ഷൂട്ടിങ്ങിനൊന്നും പോവാതെ. ഡോക്ടർ ഇന്നസെൻ്റ് ആണ് എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അഭിനയിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോഴും ഡോക്ടർ ഇന്നസെൻ്റ് എന്ന് പറയാം. അങ്ങനെ ഇപ്പം എൻ്റെ ജ്യേഷ്ഠൻ ഡോക്ടറാണെങ്കിൽ അയാൾക്ക് വീടിൻ്റെ പഠിക്കാൻ മാത്രമേ എഴുതി വയ്ക്കാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെയല്ല, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പോസ്റ്ററിൽ അടിച്ചു വയ്ക്കാം. എന്തായാലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ രാത്രി വളരെ സന്തോഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും. ഒരു നിമിഷം ഇതുമായി സഹകരിച്ച 8 ക്ലബ്ബുകൾക്ക് ഒരു മെമ്മൻറ്റോ കൊടുക്കാനുണ്ട്. ശ്രീ ഇന്നസെന്റിന്റെ കയ്യിൽ നിന്നും മെമ്മൻറ്റോകൾ സ്വീകരിക്കാനായി വിളിക്കുമ്പോൾ പെട്ടെന്ന് വരിക. വാട്ടർ പ്യൂരിഫയർ പ്രോഗ്രാമിലേക്ക് സ്പോൺസർ ചെയ്തത് പാലക്കാട് വിക്ടോറിയ ക്ലബ്. സ്പെൻഡ് 50,000 rupees. 50,000 രൂപ ചെലവാക്കിയ പാലക്കാട് വിക്ടോറിയ ക്ലബിൽ നിന്ന് ആരെങ്കിലും TST ഇല്ലെങ്കിൽ ആരെങ്കിലും somebody please fast ഓടി. Yes, they're coming.
പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ ഉണ്ടെങ്കിൽ 3 പേരും. കൊടകര ക്ലബ്ബ് 6 സ്കൂൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊടകര ക്ലബ്ബിന്റെ PhDs. കൊടകര ക്ലബ്ബ് കഴിഞ്ഞാൽ വാളയാർ വാലി spent 50,000 rupees. വാളയാർ വാലി ക്ലബ്ബ്. വാളയാർ വാലിക്ക് പിന്നാലെ അയ്യന്തോൾ ക്ലബ്ബ് 12 അംഗൻവാടി ചെയ്യുന്നതാണ്. വാളയാർ വാലിക്ക് പിന്നാലെ ലയൺസ് ക്ലബ്ബ് ഓഫ് അയ്യന്തോൾ 12 അംഗൻവാടികളെ സ്പോൺസർ ചെയ്തതാണ്. അതിന് പിന്നാലെ ഗുരുവായൂർ ക്ലബ്ബ് 12 അംഗൻവാടി. പിന്നാലെ ഇരിങ്ങാലക്കുട ക്ലബ്ബ് spent 50,000 rupees. ഇരിങ്ങാലക്കുട ക്ലബ്ബ് കഴിഞ്ഞാൽ ചാലക്കുടി ക്ലബ്ബ് 4 സ്കൂളുകളെ സ്പോൺസർ ചെയ്ത ചാലക്കുടി ക്ലബ്ബ്. മഞ്ചേരി ടൗൺ 5 ശുദ്ധജല പ്രോജക്ടുകൾ ചെയ്തിട്ടുള്ള മഞ്ചേരി ടൗൺ. ഇനി ഒരു വ്യക്തിയെ രാധാകൃഷ്ണൻ സാർ പ്രത്യേകമായി അവതരിക്കുകയാണ്. ഇതിൽ 18 വാട്ടർ പ്യൂരിഫയേഴ്സ് സ്പോൺസർ ലയൺ കെ അൻവർ, ഡിസ്ട്രിബ്യൂട്ടർ ഫോർ ടാറ്റ സ്റ്റീൽ ഫോർ ഓൾ കേരള. ലയൺ കെ വി അൻവർ രാധാകൃഷ്ണൻ സാറിൽ നിന്നും ഒരു പൊന്നാട സ്വീകരിക്കും. Lion K. Mohandas FCMJ immediately passes to Bharat. Presiding officer and the man behind today's program, District Chairperson Lion V.A. Thomachan, His Gracious Lady Rasi Thomas, respected District Governor Lion Advocate Somakumar, today's Chief Guest, Chairman ISRO Dr. K. Radhakrishnan, today's Guest of Honor, Shri Innocent, other dignitaries on the dais, lions, lionesses, cubs and invited guests. District 24E2 ഒട്ടേറെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുമായിട്ട് സമൂഹത്തിലെ അവശത അനുഭവിക്കുന്നവരെ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്തു വരുന്ന സൈറ്റ് ഫസ്റ്റ് പ്രോഗ്രാം, ആർട്ടിഫിഷ്യൽ ലിംബ് ക്യാമ്പ്, ഫ്രീ ഡയാലിസിസ് പ്രോഗ്രാം, ഫ്രീ ഹാർട്ട് സർജറി, സ്പോർട്സ് ഫോർ ഡിഫറെന്റ്ലി ഏബിൾഡ്, സൈറ്റ് ഫോർ കിഡ്സ്, അങ്ങനെ ഒട്ടനവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദീസ് പ്രോഗ്രാംസ് are definitely well accepted by the society. ഈ വർഷത്തെ നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണറുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ഈ ഡ്രിങ്കിങ് വാട്ടർ പ്രോജക്റ്റ് എന്നുള്ളത്. 100-ലധികം സ്കൂളുകളിൽ നമുക്ക് ഈ പ്രോഗ്രാം ഈ കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് സാധിച്ചത്. ഈ പ്രോഗ്രാമിന്റെ ഈ സക്സസിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ലയൺ V.A. തോമസിനാണ്. ഫ്രണ്ട്സ്, I take this opportunity to congratulate our district chairperson, Lion V.A. Thomas, for the effort he has taken